ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബയോളജിയിലത്തെ ഫസ്റ്റ് ചാപ്റ്ററായ ലിവിങ് വേൾഡ് ആണ്. അതിലത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് കൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് അധികം ഉണ്ടാവും. അപ്പോൾ ലെങ്തി ആയ വീഡിയോസ് ക്ലാസ്സുകളായതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാണാൻ താല്പര്യം ഉണ്ടാവില്ല എന്നറിയാം. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുമില്ല, മാക്സിമം ഒരു അരമണിക്കൂറിലൊക്കെ ഒതുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് അധികമായി പോയിട്ടുണ്ട് വിശദീകരിച്ചിട്ട്. എന്തായാലും ഉപയോഗപ്രദമാവും എന്ന് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്കിരുന്ന് കാണണമെന്ന് ഞാൻ പറയില്ല, 2-3 പ്രാവശ്യമായിട്ടിരുന്ന് കണ്ടാൽ മതി. പിന്നെ ഇതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ. അത് കൂടാണ്ട് ഡിസ്ക്രിപ്ഷനിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ലിങ്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക, അതേപോലെ തന്നെ അവസാന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കിനാണെങ്കിൽ അതല്ലെങ്കിൽ നീറ്റിലോ ജെഇഒ അത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകളൊക്കെ ആണെങ്കിലും ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. കഴിഞ്ഞ വീഡിയോ, അതായത് കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വീഡിയോ വളരെ സന്തോഷം നൽകി. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്ത് 2.5 മണിക്കൂറിനുള്ളിൽ തന്നെ 60 വ്യൂസ് എത്തി. എനിക്ക് തോന്നുന്നു ഈ ചാനൽ ആദ്യമായിട്ടാണ് 60 വ്യൂസൊക്കെ 2.5 മണിക്കൂർ കൊണ്ട് എത്തുന്നത്. എന്തായാലും അന്നേ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇതേപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ കാണുന്ന എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താണ്, അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് അങ്ങനെ കാണാം. പക്ഷേ വീഡിയോ ലൈക്ക് ചെയ്യാതിരിക്കരുത്, എന്നാലേ നമ്മളെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് ലെങ്ത് അധികമായി പോയിട്ടുണ്ട് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് അതിൻ്റേതായ രീതിയിൽ അതിനെ എടുത്തുകൊണ്ട് കാണാമെന്ന്. ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ നേരിട്ട് വീഡിയോ ആയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കാം. ഇപ്പം കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് നേരിട്ട് വീഡിയോ പോലെ ക്ലാസ്സുകൾ എടുക്കാത്തത്. അപ്പം എന്തായാലും ഇനി 2-3 ക്ലാസ്സുകളോട് ഇങ്ങനെ നോട്ട്സ് വെച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാകുക. അതിന് ശേഷമുള്ള ഞാൻ കഴിവതും വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ എടുക്കാൻ നോക്കാം. അപ്പം നമുക്കെന്തായാലും വീഡിയോയിലേക്ക് പോകാം. പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുന്നവർക്ക് കൃത്യമായിട്ട് അതിൻ്റേതായ മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഒരിക്കൽ കൂടി പറയാമെന്ന്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എടുക്കുന്നത് ബയോളജിയിലത്തെ 1ാമത്തെ ചാപ്റ്ററായ ദ ലിവിങ് വേൾഡ് ആണ്. വളരെ സിമ്പിളായ ചാപ്റ്ററാണ്. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പോയിൻ്റാണ് ആദ്യം തന്നെ പഠിക്കാനുള്ളത്. ഭൂമിയിലെ ഏതൊരു വസ്തുവിനെടുത്താലും അതിന് ഒന്നുകിൽ ജീവനുള്ളത് അല്ലെങ്കിൽ ജീവനില്ലാത്തത്, ലിവിങ് അല്ലെങ്കിൽ നോൺ ലിവിങ് ആയ തിങ് ആണെന്ന് നമുക്ക് അറിയാം. ഇത്തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദ മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഇൻ ദ വേൾഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 broad groups, living and non-living things. These are formed of the same element and governed by same physico-chemical principles. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ലിവിങ് തിങ് ആണെങ്കിലും അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ് ആണെങ്കിലും ഇവയെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആറ്റങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ എലമെൻറ്റ്സ് കൊണ്ടാണ്, മൂലകങ്ങൾ കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഇവയെല്ലാം ചില ഫിസിക്കോ കെമിക്കൽ പ്രിൻസിപ്പിൾ, ഭൗതിക രാസ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജീവനുള്ള വസ്തുക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിലോ, ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ? ലൈഫ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ പ്രോപ്പർട്ടീസ്, ഫങ്ഷൻസ്, ഇൻട്രാക്ഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് വെറൈറ്റി കെമിക്കൽ എലമെൻറ്റ്സ്. ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഫങ്ഷൻസിൻ്റെയും ചില ഇടപെടലുകളുടെയും പിന്നെ കുറേ കെമിക്കൽ കോമ്പൗണ്ട്സ്, കെമിക്കൽ എലമെൻറ്റ്സിൻ്റെ പല ടൈപ്പിലുള്ള ഓർഗനൈസേഷൻ, വിന്യാസത്തിൽ കൂടെയും അതിൻ്റെ പ്രോപ്പർട്ടീസിൽ കൂടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് ലിവിങ് അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത്. ഈ ജീവനുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ലിവിങ് തിങ് ആണ് എന്നതിന്
ലിവിങ് ഓർഗാനിസത്തിന് എല്ലാം ഒരു കോമൺ ആയ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഏതൊരു ലിവിങ് ഓർഗാനിസം എടുത്തു കഴിഞ്ഞാലും അവയ്ക്കെല്ലാം കുറച്ച് കോമൺ ആയ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അവ ഏതെന്നാണ് ഈ പാഠഭാഗത്തിൽ അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തതാണ് ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എല്ലാം വളരുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്. എത്തരത്തിൽ? ബൈ സെൽ ഡിവിഷൻ നടത്തിയിട്ടാണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആയാലും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആയാലും ഗ്രോ ചെയ്യുന്നത്. ഇൻ ലിവിങ് ഓർഗാനിസംസ് ഗ്രോത്ത് ഈസ് ഫ്രം ഇൻസൈഡ്. ഉള്ളിൽ നിന്നാണ് ഏതൊരു ജീവനുള്ള വസ്തുവിനെ എടുത്താൽ അവയുടെ ഉള്ളിലാണ് ഗ്രോത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ വളർച്ച നടക്കുന്നത്. ഗ്രോത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവയുടെ ഉൾഭാഗത്ത് വെച്ചാണ്. ഇനി രണ്ടാമത്തെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റീപ്രൊഡക്ഷൻ. ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, അത് യൂണിസെല്ലുലാർ ഓർഗാനിസംസിൽ നോക്കുകയാണെങ്കിൽ, അതായത് ആൽഗ, ബാക്ടീരിയ, പ്രോട്ടിസ്റ്റ ഇതുപോലുള്ളതിലൊക്കെ നോക്കുകയാണെങ്കിൽ റീപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത്. അതായത് റീപ്രൊഡക്ഷനും ഗ്രോത്തും അത് രണ്ടും ഏകദേശം സെയിം ആണ് ഈ യൂണിസെല്ലുലാറിൽ നോക്കുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ കോശമല്ലേ ഉണ്ടാവും. അവിടെ കോശങ്ങൾ വിഭജിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് റീപ്രൊഡക്ഷനും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ യൂണിസെല്ലുലാർ ഓർഗാനിസംസിലൊക്കെ ഈ റീപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത്. ഇനി അതിൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഇതേ കേസ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ നോക്കുകയാണെങ്കിൽ റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓഫ് സ്പ്രിങ്സ് possessing features more or less similar to those of parents. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കാര്യത്തിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ അവയെ പോലെ തന്നെയോ അല്ലെങ്കിൽ അവയ്ക്ക് സിമിലർ ആയതോ ആയ സ്വഭാവ ഗുണങ്ങളോട് കൂടിയ മറ്റൊരു കോശത്തെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിലും ഹയസ്റ്റ് ലെവലിലുള്ള ഓർഗാനിസംസിന് നമ്മൾ നോക്കുകയാണ്. ഹയർ ഓർഗാനിസംസ് ലൈക്ക് ഇപ്പം നമ്മളെ മനുഷ്യരെ പോലെ തന്നെ, അല്ലെങ്കിൽ തവളകൾ, അല്ലെങ്കിൽ ഇഴജന്തുക്കൾ, ഇവയുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദീസ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് സെക്ഷുവലി. ലൈംഗിക പ്രത്യുൽപാദനമാണ് ഇവയിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മറ്റുള്ളവ നോക്കുന്ന സമയത്ത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, അലൈംഗിക പ്രത്യുൽപാദനമാണ്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രേൻ്റെ പ്രത്യുൽപാദനം, അതേപോലെ തന്നെ പ്ലനേറിയൻ്റെ, ഇതിലൊക്കെ അസെക്ഷുവൽ റീപ്രൊഡക്ഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് മെറ്റബോളിസമാണ്. എന്താണ് മെറ്റബോളിസം? മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കെമിക്കൽസ് ബിലോങ്ങിങ്സ് ടു ഡിഫറെൻറ്റ് ടൈപ്സ്, സൈസ്, ഫങ്ഷൻസ് എക്സെട്ര. ഓൾ ലിവിങ് ഓർഗാനിസംസ്, നമുക്കറിയാം ഏതൊരു ജീവനുള്ള ജീവികളും ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കെമിക്കൽസ് ഉപയോഗിച്ചാണ് ഏതൊരു ജീവി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം. അത് പല ടൈപ്പായിരിക്കാം, പല വലുപ്പത്തിലുള്ളതായിരിക്കാം, പല ഫങ്ഷൻസ് ചെയ്യുന്നതായിരിക്കാം. ഈ ടൈപ്പ് കെമിക്കൽസിനെല്ലാം നമ്മൾ പറയുന്ന പേരാണ് ബയോമോളിക്യൂൾസ്. ഇനി ഈ ബയോമോളിക്യൂൾസ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് പ്രോസസ്സ് കൂടെ കടന്നു പോകുമ്പോൾ ആ റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് മെറ്റബോളിക് റിയാക്ഷൻ. അതായത് നമ്മളെ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും നമ്മളെ ശരീരം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാര്യത്തിലെടുക്കുകയാണെങ്കിൽ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പ്രോട്ടീൻ ഉപയോഗിച്ചാണ്. ഈ പ്രോട്ടീൻ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിലുള്ള പ്രോട്ടീൻ, അതേപോലെ കാർബോഹൈഡ്രേറ്റ്, ഇവയെല്ലാം വിഘടിച്ച് ഏറ്റവും അവസാനം അമിനോ ആസിഡ്സ് ആയി മാറുന്നു. ഈ അമിനോ ആസിഡ്സ് കൂടി ചേർന്ന് വീണ്ടും പ്രോട്ടീന് ശരീരം ഉൽപ്പാദിപ്പിക്കുകയും നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ ശാരീരിക വളർച്ച ഉണ്ടാകുകയും ചെയ്യുന്നതാണ് മനുഷ്യരുടെ കാര്യത്തിൽ. ഇത്തരത്തിലുള്ള ഉപാപചയ പ്രവർത്തനം, മലയാള വാക്ക് കിട്ടായിട്ടാണ് ഉപാപചയ പ്രവർത്തനം, അതായത് കോൺസ്റ്റൻറ്റ് മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് പ്രോസസ്സിന് നമ്മൾ മലയാളത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ദീസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് കോൾഡ് ആസ് മെറ്റബോളിക് റിയാക്ഷൻ. ഇനി ഓൾ ഓർഗാനിസം എക്സിബിറ്റ് മെറ്റബോളിസം. നമ്മൾ ജീവനുള്ള ഏതൊരു വസ്തുവിനെ എടുത്ത് നോക്കിയാലും അവയിലെല്ലാം മെറ്റബോളിസം നടക്കുന്നുണ്ട്. ഇനി മെറ്റബോളിസം കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എന്താണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ? ഇറ്റ്സ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലിവിങ് തിങ് അല്ലെങ്കിൽ ലിവിങ് ഓബ്ജക്ട്സ്.
ജീവനുള്ള വസ്തുക്കളുടെ എല്ലാം ഒരു ഡിഫൈനിങ്, അതിനെ ജീവനുണ്ട് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു പോയിൻ്റാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫൈനിങ് ഫീച്ചറാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നമുക്കറിയാം, ഇപ്പം എങ്ങനെ പറയുക, ഓർഗാനിസം നമുക്കിപ്പോൾ അത് കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത്, ഇപ്പം ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തന്മാത്ര ഉണ്ടാകുന്നു, തന്മാത്രകൾ കൂടിച്ചേർന്നിട്ട് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു, കോമ്പൗണ്ട്സ് വീണ്ടും കൂടിച്ചേർന്നിട്ട് മിക്സ്ചേഴ്സ് ഉണ്ടാകുന്നു. ഇത്തരത്തിലല്ലേ ഒരു കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ. ഇപ്പം അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഏതെങ്കിലും ഒരു ഉദാഹരണം ഇപ്പം എങ്ങനെയാണ് പറയുക, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ പറയാം. അപ്പം നമ്മൾ 1ാം ക്ലാസ്സിൽ നിന്ന് ABCD പഠിച്ചു. ABCD പഠിച്ചതിന് ശേഷമല്ലേ നമ്മൾ ആ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കാനും വാക്കുകൾ കൂടിച്ചേർത്ത് വാചകങ്ങൾ ഉണ്ടാക്കാനൊക്കെ പഠിച്ചത്. ഇത്തരത്തിൽ തന്നെയാണ് നമ്മളെ ശരീരത്തിൽ നടക്കുന്ന ആ ഒരു എന്താ പറയുക പ്രവർത്തനം. നമ്മൾ അമ്മമാരുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് നമ്മൾ വെറൊരു സെല്ലായിരുന്നു, ഒരേ ഒരു സെല്ല്. അതിൽ നിന്ന് നമ്മൾ സെല്ലുകൾ വിഭജിച്ച് ടിഷ്യൂസായി, ടിഷ്യൂസ് വീണ്ടും കൂടിച്ചേർന്ന് ഓർഗൻസായി, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനായി, അത് കൂടിച്ചേർന്നൊരു ജീവിയായി, കുറേ ജീവികൾ കൂടിച്ചേർന്ന ഇവിടെ ഒരു പോപ്പുലേഷൻ ഉണ്ടായി. ആ പോപ്പുലേഷൻസ് കുറേ കൂടിച്ചേർന്ന് കമ്മ്യൂണിറ്റിയായി മാറി, കുറേ കമ്മ്യൂണിറ്റികൾ കൂടിച്ചേർന്ന് ഇക്കോസിസ്റ്റം ഉണ്ടായി, കുറേ ഇക്കോസിസ്റ്റങ്ങൾ കൂടിച്ചേർന്ന് ബയോസ്ഫിയർ ഉണ്ടായി. ഇത്തരത്തിലാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ ആ ഒരു ക്രമം കടന്നു പോകുന്നത്. ഈ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിൻ്റെ കൃത്യമായ ഒരു ഡെഫിനേഷൻ ഞാൻ ഇവിടെ വായിച്ചു തരാം. Organization is the integration of small and simple units to form large and complex systems. The organizational units of living and non-living things are atoms. Atoms get organized and forms molecules. Molecules organize themselves to form compounds. Simple compounds organize to form complex compounds. In non-living matter, molecules and compounds may aggregate to form crystals, colloids and mixtures. Beyond these level, organization is not possible in it. But in living organisms, complex compounds are systematically organized to form cellular components and cells. ഇത് ഒറ്റയടിക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട് ഇതിനെയാണ് ഞാൻ പാർട്ടാക്കി ആദ്യം മലയാളത്തിൽ പറഞ്ഞു തരാൻ ശ്രമിച്ചത്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഇതിനെ ഇപ്പം കുറച്ചുകൂടി സിമ്പിളായിട്ട് എങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ ചെറിയ വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് വലിയൊരു കോംപ്ലക്സ് ആയ സിസ്റ്റം രൂപപ്പെടുത്തുന്നു. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയ കൺസെപ്റ്റ്. അതേപോലെ തന്നെയാണ് ഒരു ജീവനുള്ള വസ്തുവിൽ സംഭവിക്കുന്നത്. ഈ കോംപ്ലക്സ് ആയ ഒരു സിസ്റ്റം ഉണ്ടായി വരാൻ വേണ്ടി സെല്ലുകൾ കൂടിച്ചേർന്ന് നമുക്ക് ടിഷ്യൂസായി മാറുന്നു. ടിഷ്യൂസ് കൂടിച്ചേർന്ന് ഓരോ അവയവങ്ങൾ ആയി മാറുന്നു, ഓർഗൻസായി മാറുന്നു. ഈ ഓർഗൻസ് എല്ലാം കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാകുന്നു. ഇപ്പം നമ്മൾ ദഹന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, എൻ്റെ ഇംഗ്ലീഷ് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയി മാറുന്നു. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചേർന്ന്, അതായത് കുറേ ദഹന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, അതേപോലെ തന്നെ അത്തരത്തിൽ കുറേ വ്യവസ്ഥകൾ കൂടി ചേർന്നിട്ട് ഒരു ജീവിവർഗം ഉണ്ടാകുന്നു. കുറേ ജീവിവർഗങ്ങൾ കൂടി ചേരുമ്പം അവിടെ വലിയൊരു കൂട്ടം ജീവികൾ ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള കുറേ കൂട്ടം ജീവികൾ കൂടിച്ചേരുമ്പം അവിടെ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുന്നു. ഇത്തരത്തിൽ കുറേ കമ്മ്യൂണിറ്റികൾ കൂടിച്ചേരുമ്പം അവിടെ ഒരു എക്കോസിസ്റ്റം രൂപപ്പെടുന്നു. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് എക്കോസിസ്റ്റംസ് കൂടിച്ചേരുന്നതാണ് ബയോസ്ഫിയർ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ ഒരു ക്രമം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇതിനെ വിവരിച്ച് പറഞ്ഞത്. ഇനി ഇതിലെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്കല്ല എല്ലാ ഓർഗാനിസവും സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ല, കൺസ്ട്രക്റ്റഡ് അറ്റ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇതിൽ നമ്മൾ പഠിച്ച സ്റ്റെപ്പ് ഉണ്ട്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഈ ഒരു സ്റ്റെപ്പിൽ എല്ലാ ജീവികളും ഒരു പൂർണ്ണ ജീവിയായി മാറുന്നില്ല. ഉദാഹരണം, ഇപ്പം വൈറസ് പോലെയുള്ള ജീവികളെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവയിൽ സബ് സെല്ലുലാർ അല്ലെങ്കിൽ മോളിക്കുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലാണ് വൈറസ് എന്ന ഒരു ജീവി ഉണ്ടായി വരുന്നത്. അതേപോലെ സാധാരണയായി നമ്മൾ ജീവികളൊക്കെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. ഇനി മറ്റ് ഇപ്പം സ്പോഞ്ചസ് പോലുള്ള ജീവികളെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പോയിന്റ് എന്തെന്ന് വെച്ചാൽ, ഓൾ ലിവിങ് ഓർഗാനിസംസ്
all living organisms can sense their surroundings and respond to environmental stimuli such as physical and chemical or biological. ഏതൊരു ജീവനുള്ള ജീവിക്കും അല്ലെങ്കിൽ ഏതൊരു ജീവനുള്ള ഒബ്ജക്റ്റിനും അതിൻ്റെ ചുറ്റുപാടുകളെ തിരിച്ചറിയാനും അതിലുണ്ടാവുന്ന ഉത്തേജനങ്ങളോട് പ്രതികരിക്കുവാനും, അതായത് ഫിസിക്കലായിട്ടുള്ള ഉത്തേജനങ്ങളായാലും കെമിക്കലായിട്ടുള്ള ഉത്തേജനങ്ങളായാലും ബയോളജിക്കലായിട്ടുള്ള ഉത്തേജനങ്ങളായാലും അവയൊക്കെ തിരിച്ചറിയാനും അവയോട് പ്രതികരിക്കുവാനും ഏതൊരു ജീവനുള്ള വസ്തുവിനും സാധിക്കും. ഇറ്റ് ഓൾസോ ബിക്കംസ് ദ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ഇത് തന്നെയാണ് ഇപ്പം ഈ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലാതെ മറ്റൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡിഫൈനിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ചുറ്റുപാടുകളെ തിരിച്ചറിയാനും അവയ്ക്ക് അനുസൃതമായി പ്രതികരിക്കാനുള്ള ശേഷിയാണ് മറ്റൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിൻ്റെ കൃത്യമായ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാം. All living organisms are self-replicating, evolving and self-regulating interactive systems capable of responding to external stimuli. ഏതൊരു ജീവനുള്ള വസ്തുവും സ്വയം റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്, അത് പരിണാമ പ്രക്രിയയിൽ ഏർപ്പെടുന്നുണ്ട്. അതായത് ഓരോ സമയത്തുള്ള കണ്ടീഷൻ അനുസരിച്ച് അവയുടെ ശരീരത്തിലും അതേപോലെ തന്നെ അവയ്ക്കുള്ളിലെ കെമിക്കൽസിലും മാറ്റങ്ങൾ വരുത്തി അവയെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്വയം നിയന്ത്രണങ്ങളുണ്ട്. അതേപോലെ സറൗണ്ടിങ്സുമായിട്ട് ഇൻ്ററാക്ഷൻസ് ഉണ്ട്, അതായത് പ്രതികരിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഒരു ഉത്തേജനത്തിനോട് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനുള്ള കഴിവും ജീവനുള്ള ഒരു വസ്തുവിന് ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് ഈ പാഠത്തിൽ നോക്കുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. കാണുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്നതിൽ പറയാനുള്ളത്, the living world consists of about 1.7 to 1.8 million recognized species of organisms. This enormous diversity ranging from microorganisms to highest evolved plants and animals. This is called biological diversity or biodiversity. നമ്മൾ ഇതുവരെ കണ്ടെത്തിയത് ഈ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.7 മുതൽ 1.8 മില്യൺ സ്പീഷീസിലുള്ള ഓർഗാനിസങ്ങളെ, ജീവിവർഗങ്ങളെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത്രയും വലിയൊരു റേഞ്ചിൽ, അതായത് ഏറ്റവും ലോവസ്റ്റ് ജീവിവർഗങ്ങൾ മുതൽ ഏറ്റവും ഹയ്യസ്റ്റ്, ഏറ്റവും പരിണാമത്തിൻ്റെ ഏറ്റവും അങ്ങേ തലക്കൽ എന്ന് പറയുന്ന രീതിയിൽ ഏറ്റവും ഹയ്യസ്റ്റ് ജീവികൾ വരെ, അല്ലെങ്കിൽ സസ്യങ്ങളും ജന്തുക്കളടങ്ങുന്ന ജീവിവർഗങ്ങളെ വരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാം കൂടിച്ചേർന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി. ദ സ്റ്റഡി ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇന്റർ റിലേഷൻസ് ഓഫ് ഓർഗാനിസംസ് ഈസ് നോൺ ആസ് സിസ്റ്റമാറ്റിക്സ്. ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചും അവയിലെ റിലേഷൻസിനെ പറ്റിയും പഠിക്കുന്ന പഠനശാഖയെ നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റമാറ്റിക്സ്. ഇനി സിസ്റ്റമാറ്റിക്സിലെ അതിനെ നമ്മൾ 3 പാർട്ടാക്കി തിരിക്കുകയാണ്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന പഠനത്തിന് നമ്മൾ 3 പാർട്ടാക്കി തിരിച്ചാൽ അതിൽ ഒന്നാമത്തെ പാർട്ടാണ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ്റെ ഭാഗം കൃത്യമായിട്ട് കാണുന്നുണ്ടാവില്ല, അപ്പം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. Classification, grouping of organisms based on their similarities and interrelations. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസംസ്, ജീവിവർഗങ്ങളെ പല ഗ്രൂപ്പുകളായി തിരിക്കുക. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ബേസ്ഡ് ഓൺ ദെയർ സിമിലാരിറ്റീസ് ആൻഡ് ഇൻ്റർ റിലേഷൻസ്. അവയുടെ സാമ്യങ്ങളനുസരിച്ചും അതേപോലെ അവയ്ക്കിടയിലെ ബന്ധങ്ങളെ അനുസരിച്ചും ജീവിവർഗങ്ങളെ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്ന പ്രക്രിയയാണ് ക്ലാസിഫിക്കേഷൻ. ഇതാണ് സിസ്റ്റമാറ്റിക്സിലെ ഫസ്റ്റ് പാർട്ട്. ഇനി ഇതിൽ തന്നെ എന്താണ് ടാക്സോണമി? ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സോണമി ഈസ് എ തിയററ്റിക്കൽ സ്റ്റഡി ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് ടാക്സോണമി. ടാക്സോണമി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷനിലെ പലതരം നിയമങ്ങളെ പറ്റിയും അതേപോലെ അതിലെ പലതരം പ്രക്രിയകളെ പറ്റിയുള്ള പഠനമാണ് ടാക്സോണമി. ഇനി ഇതിലെ രണ്ടാമത്തെ പാർട്ടാണ് ഐഡൻറ്റിഫിക്കേഷൻ. എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ?
It is the determination of the correct place or position occupied by an individual organisms in the plan of classification. ക്ലാസിഫിക്കേഷനിലെ ഏതൊരു ജീവിവർഗത്തിൻ്റെയും കൃത്യമായ സ്ഥാനവും അവയുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്തുക. അതേപോലെ അതിലെ ഓരോ ഇൻഡിവിജ്വലായ ജീവികളെയും കൃത്യമായി ക്ലാസിഫൈ ചെയ്ത് അവയുടെ സ്പീഷീസും ജീനസും ഒക്കെ തിരിച്ചറിയുന്നത്. അതായത് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് ക്രമം. ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതിന് കൃത്യമായ ഏതൊരു ജീവിവർഗത്തെയും പുതിയൊരു ജീവിവർഗത്തെ കണ്ടെത്തുമ്പോൾ ആയിരിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന് കൃത്യമായ ആ ഒരു ക്രമത്തിൽ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഈ ഒരു ക്രമത്തിൽ അവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് അവയ്ക്ക് കൃത്യമായ ഒരു സ്ഥാനം നൽകുക എന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ വഴി നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നാമകരണം. നാമകരണത്തെ പറ്റിയാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാമകരണം അഥവാ നോമൻക്ലേച്ചർ. എന്താണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്? നോമൻക്ലേച്ചർ ഈസ് the application of scientific universally accepted names to each group recognized in classification. നാമകരണം എന്ന് പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയ നാമം കണ്ടെത്തിയിട്ടുള്ള ഓരോ ഗ്രൂപ്പിനും നൽകുന്ന പ്രക്രിയയാണ് നാമകരണം എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ്, ICBN gives names based on some criteria and laws. ICBN എന്ന് പറയുന്ന സംഘടനയാണ് പ്ലാന്റിന് അല്ലെങ്കിൽ സസ്യവർഗ്ഗങ്ങൾക്ക് ഇത്തരത്തിൽ നെയിം കൊടുക്കുന്നത്. ഇനി എന്താണ് ICBN എന്നതിൻ്റെ ഫുൾ ഫോം? ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഈ ഫുൾ ഫോംസ് ഒക്കെ കറക്റ്റായി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ മാത്രമല്ല ഇതിന് ശേഷം നിങ്ങൾ എഴുതുന്ന നീറ്റ് പോലുള്ള എൻട്രൻസ് എക്സാമുകളിൽ ഏറെ ഉപകാരപ്രദമാവും. ഇനി ഇതിലുള്ള രണ്ടാമത്തെ പോയിൻ്റാണ് ഇൻ ആനിമൽസ്. ഇൻ ദ കേസ് ഓഫ് ആനിമൽസിന് ഇത്തരത്തിൽ പേര് നൽകുന്ന ആരാണ്? ICZN ആണ് ആനിമൽസിന് കൃത്യമായൊരു ക്രൈറ്റീരിയൻ്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പേര് നൽകുന്നത്. ICZN എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇനി ഇതിൽ പഠിക്കാനുള്ള നെക്സ്റ്റ് പോയിന്റ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്നും പറയാം. ഇതിൽ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന പാർട്ടിൽ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് കൺവെൻഷൻ യൂസ്ഡ് ഫോർ നെയിമിംഗ് സ്പീഷീസുകൾക്ക് പേര് നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് കൺവെൻഷനാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ദിസ് നെയിമിംഗ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കാൾസ് ലിന്നേയസ്. ഈ സിസ്റ്റം ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന നെയിമിംഗ് സിസ്റ്റം പ്രപ്പോസ് ചെയ്തത് കാൾസ് ലിന്നേയസ് ആണ്. ഇനി അക്കോർഡിംഗ് ടു ബൈനോമിയൽ നോമൻക്ലേച്ചർ, ഈച്ച് നെയിം ഹാവ് 2 കമ്പോണൻസ്. ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ ആധാരമാക്കി ഏതൊരു ശാസ്ത്രീയ നാമത്തിനും 2 ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ജനറിക് നെയിം ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്പെസിഫിക് എപ്പിത്തറ്റ്. ഒന്നാമത്തത് ജനറിക് നെയിം നാമവും രണ്ടാമത്തത് സ്പെസിഫിക് എപ്പിത്തറ്റും ആണ്. എക്സാമ്പിൾ, ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ശാസ്ത്രീയ നാമം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹോമോ എന്ന് പറയുന്നത് ജനറിക് നെയിമും സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പെസിഫിക് എപ്പിത്തറ്റും ആണ്, അഥവാ സ്പീഷീസ് നെയിമും ആണ്. ഇനി റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ. ഈ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നാമകരണ സമയത്ത് നമ്മൾ പിന്തുടരേണ്ട റൂൾസ്, അതേപോലെ ഈ ശാസ്ത്രീയ നാമങ്ങൾ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ പിന്തുടരേണ്ട കുറച്ച് നിയമങ്ങളൊക്കെ ഇതിൽ പഠിക്കണം. അതിൽ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ബയോളജിക്കൽ നെയിംസ് ആർ നോർമലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ദേ ആർ ലാറ്റിനൈസ്ഡ് ഓർ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദാൻ ഒറിജിൻ. ബയോളജിക്കൽ നെയിംസ് അല്ലെങ്കിൽ ശാസ്ത്രീയ നാമങ്ങൾ, സയൻറ്റിഫിക് നെയിംസ് പൊതുവെ ലാറ്റിൻ പദങ്ങളായിരിക്കും. ഇത് എഴുതുന്നത് ഇറ്റാലിക്സ്, അതായത് ചെരിച്ച് എഴുതുന്ന രീതി ഇറ്റാലിക്സ് ഫോണ്ടിലാണ് പ്രിൻ്റ് ചെയ്യുക. ദേ ആർ ലാറ്റിനൈസ്ഡ്, ലാറ്റിൻ പദങ്ങളായിരിക്കും ഇതിലധികം ഉപയോഗിക്കപ്പെടുന്നത്. ഇനി
റൂൾസ് ഓഫ് നോമൻക്ലേച്ചറിലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് വേർഡ് ഇൻ ദ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ് ദ ജീനസ് വൈൽ ദ സെക്കൻഡ് കമ്പോണൻറ്റ് ഡിനോട്ട്സ് സ്പെസിഫിക് എപ്പിത്തറ്റ്. ഞാൻ ഓൾറെഡി ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഫസ്റ്റ് വേർഡ് ഒരു സയൻറ്റിഫിക് നെയിമിലെ ആദ്യത്തെ വേർഡ് ജനറിക് നെയിമിനെയും രണ്ടാമത്തെ വേർഡ് സ്പീഷീസ് നെയിമിനെ അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. ഇനി ഇതിലെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് both the words in a biological name when handwritten are separately underlined or printed in italics to indicate their Latin origin. നമ്മൾ ഈ ശാസ്ത്രീയ നാമങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിൽ ജനറിക് നെയിമും സ്പീഷീസ് നെയിമും വെവ്വേറെ അണ്ടർലൈൻ ചെയ്യണം. ഇനി പ്രിൻ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അവ പ്രിൻ്റ് ചെയ്യേണ്ടത് ഇറ്റാലിക്സ് ഫോണ്ടിലായിരിക്കണം. ഇത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അവയുടെ ലാറ്റിൻ ഒറിജിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ എഴുതുന്നത്. ഇനി ഇതിൽ നാലാമത്തെ റൂൾ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് വേർഡ് ഡിനോട്ടിംഗ് ദ ജീനസ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ വൈൽ ദ സ്പെസിഫിക് എപ്പിത്തറ്റ് സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ ലെറ്റർ. നമ്മൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഇപ്പം ഹോമോസാപ്പിയൻസ് എഴുതുന്ന സമയത്ത് ഹോമോയിലെ എച്ച് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. സാപ്പിയൻസ് എഴുതുമ്പം അത് സ്മോൾ ലെറ്ററിലായിരിക്കണം എസ് വരേണ്ടത്. അതായത് ജനറിക് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എല്ലായ്പ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. സ്പീഷീസിൻ്റെ ഫസ്റ്റ് ലെറ്റർ അതേപോലെ സ്മോൾ ലെറ്ററിലുമായിരിക്കണം എഴുതേണ്ടത്. ഇതാണ് 4 ലോസ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഇത്തരത്തിലുള്ള അതായത് നമുക്ക് സയൻറ്റിഫിക് നെയിം തന്നിട്ട് അതിൽ ജനറിക് നെയിമും സ്പീഷീസ് നെയിമും ഒന്നും മാറിപ്പോണ്ട് എഴുതാൻ പറ്റും. അതേപോലെ സയൻറ്റിഫിക് നെയിംസ് നമ്മൾ എക്സാം ഷീറ്റിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ നോട്ട്സിൽ എഴുതുമ്പോൾ ഒക്കെ അതിൻ്റെ അടിയിൽ കറക്റ്റായിട്ട് വെവ്വേറെ ജനറിക് നെയിമിൻ്റെ താഴെ ഒരു വര അതേപോലെ സ്പെസിഫിക് എപ്പിത്തറ്റിൻ്റെ താഴെ ഒരു വരയും പ്രത്യേകം ഇടാൻ ശ്രമിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് ഈ പാഠത്തിൽ നോക്കുന്നത് ടാക്സോണമിക് കാറ്റഗറീസ് ആണ്. ടാക്സോണമിക് കാറ്റഗറീസ്. ഓക്കെ, ടാക്സോണമിക് കാറ്റഗറീസ്. In the system of classification, the various taxa are assigned definite ranks or positions according to their taxonomic status. Each such taxonomic rank is called taxonomic categories. In the system of classification, സിസ്റ്റത്തിൽ the various taxa എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ് എന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. എന്താണ് ടാക്സ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചാണ്. ഒരു കൃത്യമായ റാങ്കിലും കൃത്യമായ പൊസിഷനിലും ഒരു കൃത്യമായ ടാക്സോണമിക് സ്റ്റാറ്റസിലുള്ളതാണ് ടാക്സ. സച്ച് ടാക്സോണമിക് കാറ്റഗറീസ് ഈസ് കോൾഡ് ആസ് ടാക്സോണമിക് കാറ്റഗറീസ്. അപ്പം നമ്മൾ പഠിച്ചു എന്താണ് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന്. ഇൻ ദ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ദ വേരിയസ് ടാക്സ ആർ അസൈൻഡ് ഡെഫിനിറ്റ് റാങ്ക് ഓഫ് പൊസിഷൻസ് അക്കോർഡിംഗ് ടു ദെയർ ടാക്സോണമിക് സ്റ്റാറ്റസ്. ഈച്ച് സച്ച് ടാക്സോണമിക് റാങ്ക് ഈസ് കോൾഡ് ടാക്സോണമിക് കാറ്റഗറീസ്. ഇനി അടുത്തത് എന്താണ് ടാക്സോണമിക് ഹയറാർക്കി? Taxonomic hierarchy is a system of grades of status ranked one above the other. For the convenience of classification, the hierarchical system of classification was developed by Carl Linnaeus. എന്താണ് taxonomical hierarchy? It is a system of grades of status ranked one above the other. അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചാണ് കിങ്ഡം, ഫൈലം, ഫ്ലോയൊക്കെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ. ഈ ഒരു സാധനം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതിൽ ഈ കിങ്ഡം ഏറ്റവും വലുതെന്ന് ചെറുതിലേക്കാണ് നമ്മളിപ്പം എഴുതിക്കൊണ്ടുവരുന്നത്. ഏറ്റവും വലിയ ഗ്രൂപ്പ് കിങ്ഡം, അതിൻ്റെ ചെറുത് ഫൈലം, അതിൻ്റെ ചെറുത് ക്ലാസ്, അതിൻ്റെ ചെറുത് ഓർഡർ, അതിൻ്റെയും താഴെ ഫാമിലി, അതിൻ്റെയും താഴെ ജീനസ്, ഏറ്റവും താഴെ സ്പീഷീസ്. ഇതേ സെയിം കാര്യങ്ങളെ തിരിച്ച് പറയുന്നതാണ് ടാക്സോണമിക്കൽ ഹയറാർക്കി എന്ന് പറയുന്നത്. ഈ ടാക്സോണമിക്കൽ ഹയറാർക്കി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹയറാർക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അവതരിപ്പിച്ചത് കാൾ ലിനേസ് ആണ്. അതായത് ആദ്യം സ്പീഷീസ് തീരുമാനിക്കുക, അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് നോക്കി ജീനസ്, അതിൽ നിന്ന് ഫാമിലി കണ്ടെത്തുക, അതിൽ നിന്ന് ക്ലാസ് കണ്ടെത്തുക, അതിൽ നിന്ന് ഓർഡർ കണ്ടെത്തുക, അതിൽ നിന്ന് പിന്നെ ക്ലാസ് കണ്ടെത്തുക, അതിനുശേഷം ഫൈലം കണ്ടെത്തുക അല്ലെങ്കിൽ ഡിവിഷൻ കണ്ടെത്തുക, ഏറ്റവും അവസാനം കിങ്ഡത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ ഒരു രീതി കണ്ടെത്തിയത് കാൾ ലിനേസ് ആണ്. ഇനി അതിൻ്റെ ആ ഒരു ക്രമം സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് അടുത്ത പോയിന്റ്സായി ഞാൻ പറയുന്നുണ്ട്. അതിന് ഏറ്റവും അവസാനം കിങ്ഡം. ഇത്രയാണ് ടാക്സോണമിക് ഹയറാർക്കിയിൽ നമുക്ക് പഠിക്കാനുള്ളത്.
ഇനി ഈ ടാക്സോണമിക് ഹയറാർക്കിയിലെ ഓരോ പാർട്ടിനെയും ഇപ്പം സ്പീഷീസിനെയും ജീനസിനെയും ഒക്കെ പ്രത്യേകം എടുത്ത് അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഇനി ഇതിൽ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഫസ്റ്റ് ടാക്സോണമിക്കൽ ഹയറാർക്കിയിലെ ഫസ്റ്റ് ആളായ സ്പീഷീസ് ആണ്. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം വിത്ത് ഫണ്ടമെൻ്റൽ സിമിലാരിറ്റീസ്. ഏറ്റവും ബേസിക്കായ വളരെ കുറച്ച് സിമിലാരിറ്റീസ് മാത്രമുള്ള അല്ലെങ്കിൽ ബേസിക്കായ സിമിലാരിറ്റീസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ജീവികളെ പറയുന്ന പേരാണ് സ്പീഷീസ്. ഈ സ്പീഷീസിലെ മെമ്പേഴ്സിന് പരസ്പരം ബ്രീഡിങ്ങിൽ ഏർപ്പെട്ട് പുതിയൊരു തലമുറയെ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാകും. പരസ്പരം ബ്രീഡ് ചെയ്ത് പുതിയ രീതിയിലുള്ള ജീവിവർഗ്ഗങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇവയെല്ലാം സെയിം സ്പീഷീസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ടാക്സോണമിക് കാറ്റഗറിയാണ് ജീനസ്. വാട്ട് ഈസ് ജീനസ്? ജീനസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്പീഷീസുകളുടെ ഒരു ഗ്രൂപ്പാണ് ജീനസ് എന്ന് പറയുന്നത്. വിച്ച് ഹാസ് മോർ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ കോമൺ ഇൻ കമ്പാരിറ്റീവ് ടു സ്പീഷീസ് ഓഫ് അതർ ജനറ. അതർ ജീനസിൽ ഉൾപ്പെട്ട സ്പീഷീസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ജീനസിന് സ്പീഷീസിനേക്കാളും കൂടുതൽ സിമിലാരിറ്റീസ്, കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓർ സിമിലാരിറ്റീസ് ജീനസിലെ ജീവിവർഗ്ഗങ്ങൾ തമ്മിൽ ഉണ്ടാവും. ഇനി അതിൽ മൂന്നാമത്തെ പാർട്ടാണ് ഫാമിലി. ഫാമിലി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസ് അല്ലെങ്കിൽ റിലേറ്റഡ് ജനറ വിത്ത് ലെസ് സിമിലാരിറ്റീസ് ആസ് കമ്പയർഡ് ടു ജീനസ് ആൻഡ് സ്പീഷീസ്. ജീനസിനെ സ്പീഷീസിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഫാമിലിക്ക് കമ്പാരിറ്റീവ്ലി കോമൺ ആയിട്ടുള്ള ആ ഒരു സിമിലാരിറ്റികൾ വളരെ കുറവാണ്. അതേപോലെ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ജനറകളുടെ ഒരു ഗ്രൂപ്പാണ് ഫാമിലി എന്ന് പറയുന്നത്. ദേ ആർ സെപ്പറബിൾ ഫ്രം ജനറ ഓഫ് റിലേറ്റഡ് ഫാമിലി. ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ്. ക്യാരക്ടറിസ്റ്റിക് ആയിട്ടും അതേപോലെ തന്നെ ജനറ വെച്ച് നോക്കുന്ന സമയത്തും ഫാമിലിയിൽ നമുക്ക് പ്രത്യേകം ജീവിവർഗ്ഗങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ കുറച്ച് കോമൺ ഫീച്ചേഴ്സ് മാത്രമേ അവ തമ്മിൽ ഉള്ളൂ എന്നർത്ഥം. ഇനി നാലാമത്തെ സ്റ്റേജ് നോക്കുന്ന സമയത്താണ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ്, ഓർഡറിൻ്റെ കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഇറ്റ് ഇൻക്ലൂഡ്സ് വൺ ഓർ മോർ റിലേറ്റഡ് ഫാമിലീസ്. തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നോ അതിലധികമോ ഫാമിലികൾ കൂടി ചേർന്നാണ് ഓർഡർ എന്ന് പറയുന്നത്. ഈ ഓർഡറിനെ ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബേസ്ഡ് ഓൺ ദ അഗ്രിഗേറ്റ്സ് ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ അഗ്രിഗേറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓർഡർ നമ്മൾ തീരുമാനിക്കുന്നത്. സിമിലർ ക്യാരക്ടേഴ്സ് ആസ് ലെസ് ഇൻ നമ്പർ. അതായത് കോമൺ ആയിട്ട് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ലോ ആയിരിക്കും, അതായത് വളരെ കുറവായിരിക്കും തന്നെ പറയാം. ഇനി അടുത്തത് എന്താണ്? ക്ലാസ്. എന്താണ് ക്ലാസ്? റിലേറ്റഡ് ഓർഡേഴ്സ്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഓർഡേഴ്സിനെ ഒരു ഗ്രൂപ്പ് ആക്കിയതാണ് ക്ലാസ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് വേറെ പോയിന്റ്സ് ഒന്നും പഠിക്കാനില്ല. ഇനി അടുത്തത് എന്താണ് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ? ഫൈലം ഓർ ഡിവിഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതും ഞാൻ ഈ ഒരു കാര്യത്തെ പറയാം. ഫൈലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കാറ്റഗറി ഹയർ ദാൻ ക്ലാസ്. ക്ലാസ്സിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഡിവിഷൻ അല്ലെങ്കിൽ ഫൈലം. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ഇതെന്തിനാവാൻ പറയുന്നത് ഓൾറെഡി നമുക്ക് അറിയുന്നതല്ലേ. അപ്പോൾ ഫൈലത്തിന് ഇൻ ദ ടേം ഓഫ് ഫൈലം എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത് നമ്മൾ എവിടെയാണ്? നമ്മൾ ഫൈലം എന്ന ടേം യൂസ് ചെയ്യുന്നത് ആനിമൽസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴാണ്. നിങ്ങൾ ഫൈലത്തിൻ്റെത് കാണുന്നില്ല തോന്നുന്നു. ഓർഡർ എത്തിയിട്ടേ ഉള്ളൂ അല്ലേ? സോറി, ഓർഡറിൻ്റെ ഒക്കെ കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കണേ. ഓർഡറിൻ്റെ ഒക്കെ കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കാം. എന്തായാലും ഞാൻ ഫൈലം വരെ എത്തിപ്പോയില്ലേ, അത് പറഞ്ഞ് തീർച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫൈലം എന്ന് പറയുന്നത് എന്താണ്? ഫൈലം എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ആനിമൽസിൻ്റെ കേസിലാണ് ഫൈലം ഉപയോഗിക്കുന്നത്. ആനിമൽ ഗ്രൂപ്പിൻ്റെ കേസിലാണ് ഫൈലം ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്ന ടേം അവിടെ ഉപയോഗിക്കുക? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ കാര്യങ്ങൾ, പ്ലാന്റ്സിൻ്റെ ഗ്രൂപ്പ് പറയുന്ന സമയത്താണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്ന ആ രീതി ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ നോക്കാനുള്ളത് കിങ്ഡം. ഏറ്റവും ഹയസ്റ്റ് ടാക്സോണമിക് കാറ്റഗറിയാണ് കിങ്ഡം. കിങ്ഡം പൊതുവേ ബേസിക്കലി നമ്മൾ രണ്ടായിട്ടാണ് പറയുന്നത്: പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം. കിങ്ഡം പ്ലാന്റേയും കിങ്ഡം ആനിമേലിയും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ ഇതിൽ നമ്മൾ ഓൾറെഡി പഠിച്ച കുറച്ച് അഡീഷണൽ ആയ കാര്യങ്ങളൂടി നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിനൊക്കെ എളുപ്പമായിരിക്കും. അതായത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും 3 കിങ്ഡം ക്ലാസിഫിക്കേഷനും 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും. ഈ 3 കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ടോ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ആ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനിയൊരു 2-3 പോയിൻറ്റ്സ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററേ കഴിഞ്ഞു. അതായത് അത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പം
ഏറ്റവും അവസാന പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവസാന പാർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടായ ടാക്സോണമിക് എയ്ഡ്സിലേക്ക് കടക്കാം. എന്താണ് ടാക്സോണമിക്കൽ എയ്ഡ്സ്? എന്താണ് ടാക്സോണമിക്കൽ എയ്ഡ്സ്? Taxonomists have developed a variety of taxonomic aids to facilitate such procedures. Involves the collection of specimens and their classification, identification and proper preservation. ഇത്തരത്തിലുള്ള അതായത് സ്പെസിമെൻസിൻ്റെ കളക്ഷൻ ആയിക്കോട്ടെ, ക്ലാസിഫിക്കേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, അതിനെ കൃത്യമായ രീതിയിൽ പ്രിസർവ് ചെയ്ത് വെക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ടാക്സോണമിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വെറൈറ്റി ഓഫ് ടാക്സോണമിക് എയ്ഡ്സ്, പല ടൈപ്പ് ടാക്സോണമിക് എയ്ഡ്സ് നമ്മളെ ടാക്സോണമിസ്റ്റുകൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്, അത് എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നതിനുള്ള വളരെ കുറച്ച്, അതായത് ബേസിക്കായ കാര്യങ്ങളാണ്. അത് ബയോളജീൻ്റെ ഏറ്റവും ബേസിക്കായ കാര്യങ്ങളാണ് ലിവിങ് വേൾഡ് പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ എളുപ്പമായ ഒരു ചാപ്റ്ററാണ്. എന്തായാലും നമുക്ക് അതിലെ ഫസ്റ്റ് ടാക്സോണമിക്കൽ എയ്ഡ് എന്ന് പറയുന്നത് ഹെർബേറിയം ആണ്. എന്താണ് ഹെർബേറിയം? സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് ഓർ സ്പെസിമെൻസ് ദാറ്റ് ആർ ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്സ്. These sheets are arranged according to universally accepted system of classification. These specimens are often used as the reference material to define plant taxon. ഈ ഹെർബേറിയം എന്ന് പറയുന്നത് നമ്മൾ ആൽബങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇലകളൊക്കെ പേപ്പറിൻ്റെ ഇടയിൽ വെച്ച് പ്രസ് ചെയ്ത് ഉണക്കിയിട്ട് ഒട്ടിച്ച് വെക്കുകയാണ്. ഇത്തരത്തിൽ പലതരം പ്ലാന്റ്സിൻ്റെ സ്പെസിമെൻസ് ഉണക്കി അമർത്തി ഒട്ടിച്ച് പ്രിസർവ് ചെയ്യുന്ന ഷീറ്റുകളെയാണ് ഹെർബേറിയം ഷീറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഷീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, ആ ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. ദീസ് സ്പെസിമെൻസ് ആർ ഓഫൺ യൂസ്ഡ് ആസ് ദ റെഫറൻസ് മെറ്റീരിയൽ ടു ഡിഫൈൻ എ പ്ലാന്റ് ടാക്സോൺ. നമ്മളിപ്പോൾ പുതിയൊരു ഒരു പ്ലാന്റ് കണ്ടെത്തുകയാണെങ്കിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാന്റ്സിനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള റെഫറൻസിന് വേണ്ടിയാണ് ഇത്തരം ഹെർബേറിയം ഷീറ്റ്സ് ഉപയോഗപ്പെടുത്തുന്നത്. ഇനി ഹെർബേറിയം കഴിഞ്ഞു, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻസ്. എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവരും നമ്മൾ കോഴിക്കോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകുന്നവരാണ്, കോഴിക്കോടുള്ള ആൾക്കാരാണെങ്കിൽ. അല്ലെങ്കിൽ എന്തായാലും സ്കൂളിൽ നിന്ന് ടൂർ പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരാൾ ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്തായാലും സന്ദർശിച്ചിട്ടുണ്ടാവും എന്നുള്ള സംശയമൊന്നുമില്ല. ഇനി എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ്? ബൊട്ടാണിക്കൽ ഗാർഡൻസ് is specialized gardens have collection of living plants for reference. ജീവനുള്ള അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സസ്യം, ആ സസ്യങ്ങളെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഗാർഡനാണ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാന്റ് സ്പീഷീസ് ഇൻ ദീസ് ഗാർഡൻസ് ആർ ഗ്രോൺ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ പേർപ്പസ്. നമ്മൾ ഓരോ പ്ലാന്റ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത്തരത്തിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ പേർപ്പസ്, നേരത്തെ ഐഡൻറ്റിഫിക്കേഷൻ എന്നാണ് പറഞ്ഞതാണ്, അത്തരത്തിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് പ്ലാന്റ്സ് സ്പീഷീസിനെ വളർത്താനും അതേപോലെ തന്നെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാം എല്ലാ ചെടിയും നമ്മൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിംസ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത്തരത്തിൽ ഈച്ച് പ്ലാന്റ് ഈസ് ലേബിൾഡ് ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് ബൊട്ടാണിക്കൽ നെയിം ആൻഡ് ഇറ്റ്സ് ഫാമിലിയും ബൊട്ടാണിക്കൽ നെയിമും എഴുതി വെച്ച് ഒരു ആൾക്കാർക്ക് അത്തരത്തിൽ ഒരു റെഫറൻസ് കൊടുക്കാൻ വേണ്ടി, അത്തരത്തിലുള്ള അറിവ് പകരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. ഇതും ഒരു ടാക്സോണമിക്കൽ എയ്ഡാണ്. ഇനി അടുത്ത ടാക്സോണമിക്കൽ എയ്ഡാണ് മ്യൂസിയം. എന്താണ് മ്യൂസിയം എന്ന് നോക്കുന്ന സമയം നമുക്ക് എല്ലാവർക്കും മ്യൂസിയം ഹാവ് എ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. പഠനത്തിന് വേണ്ടിയിട്ടും അതേപോലെ റെഫറൻസിന് വേണ്ടിയിട്ടും നമ്മൾ ജീവിവർഗ്ഗങ്ങളുടെ, ഇപ്പം മൃഗങ്ങളുടെ ആണെങ്കിലും അല്ലെങ്കിൽ അല്ലാത്ത ചെടികളുടെ ആണെങ്കിലും ഭാഗങ്ങളൊക്കെ സംരക്ഷിച്ച് വെക്കുന്ന സ്ഥലങ്ങളാണ് മ്യൂസിയംസ്. നമ്മൾ എല്ലാവരും മ്യൂസിയങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും. ഇനി അടുത്തതാണ് സുവോളജിക്കൽ പാർക്ക്. എന്താണ് സുവോളജിക്കൽ പാർക്ക് എന്നൊന്നും പ്രത്യേക ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും തോന്നില്ല. എന്നാലും പറയാം, ഇൻ സുവോളജിക്കൽ പാർക്സ് വൈൽഡ് ആനിമൽസ് ആർ കെപ്റ്റ് ഇൻ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ് അണ്ടർ ഹ്യൂമൻ കെയർ വിച്ച് ഇനേബിൾസ് അസ് ടു ലേൺ അബൌട്ട് ദെയർ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ. സുവോളജിക്കൽ പാർക്കിൽ വന്യമൃഗങ്ങൾ മനുഷ്യരുടെ സംരക്ഷണത്തിൽ, എന്നാൽ അവരുടെ ആ ഒരു പ്രകൃതിൻ്റെ ആ ഒരു രീതി നഷ്ടപ്പെടാതെ ആ രീതി സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യരുടെ സംരക്ഷണത്തിൽ അവയെപ്പറ്റി പഠിക്കാനും അതേപോലെ തന്നെ അവയുടെ രീതികൾ മനസ്സിലാക്കാനും വേണ്ടി നമ്മൾ സംരക്ഷിക്കുന്നതാണ് സുവോളജിക്കൽ പാർക്കുകൾ. സംരക്ഷിക്കുന്ന സ്ഥലത്തിനാണ് സുവോളജിക്കൽ പാർക്ക് എന്ന് നമ്മൾ പറയുക. അപ്പം നമ്മൾ സൂ എന്ന് പറഞ്ഞ് പോകുന്ന സ്ഥലങ്ങളാണ് ശരിക്കും സുവോളജിക്കൽ പാർക്ക്. എല്ലാവരും സൂവിലൊക്കെ പോയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് അടുത്ത ടാക്സോണമിക് എയ്ഡിലേക്ക് പോകാം.
നെക്സ്റ്റ് ടാക്സോണമിക് എയ്ഡ് എന്ന് പറയുന്നത് കീ ആണ്. കീ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. സാമ്യ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കീസ് ഉപയോഗിക്കുന്നത്. ദ കീസ് ആർ ബേസ്ഡ് ഓൺ ദ കോൺട്രാസ്റ്റിംഗ് ഓപ്ഷൻസ്. അവയുടെ സാമ്യങ്ങളും വ്യത്യാസങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ആണ് കീസ് എന്ന് പറയുന്നത്. ഈച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ കീ ആർ കോൾഡ് ലീഡ്. കീയിൽ വരുന്ന ഓരോ വാചകങ്ങളെ നമ്മൾ ലീഡ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. സ്റ്റേറ്റ്മെന്റിനെ അതിലെ ഓരോ വാചകങ്ങളെ നമ്മൾ ലീഡ്സ് എന്നാണ് പറയുന്നത്. ഇനി ആറാമത്തതാണ് ഫ്ലോറ. അതും ഒരു ടാക്സോണമിക് എയ്ഡാണ്. എന്താണ് ഫ്ലോറ? ഫ്ലോറ കണ്ടെയ്ൻസ് ദ ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഓഫ് എ ഗിവൺ ഏരിയ. തന്നിരിക്കുന്ന ഒരു ഏരിയയിലെ കൃത്യമായ ജീവിവർഗങ്ങളുടെ അല്ലെങ്കിൽ ജീവിവർഗങ്ങളും പ്ലാന്റ്സിൻ്റെ അതായത് തന്നിരിക്കുന്ന ഏരിയയിലുള്ള മുഴുവൻ ജീവിവർഗങ്ങളെയും കൃത്യമായ കണക്കാണ് ഫ്ലോറ. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഏരിയയിലുള്ള ജീവിവർഗങ്ങളെല്ലാം കണക്കാണ് ഫ്ലോറ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആക്ച്വൽ അക്കൗണ്ട്, കൃത്യമായ കണക്ക്, അത് ആ ഒരു ഹാബിറ്റാറ്റിൽ തന്നിരിക്കുന്ന ഏരിയയിലുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റാറ്റിൽ ഉള്ള ജീവികളുടെ ഉള്ള കൃത്യമായ കണക്കാണ് ഫ്ലോറ എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ ടാക്സോണമിക് എയ്ഡാണ് മാനുവൽസ്. മാനുവൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻസ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ഏരിയ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടെത്തിയിരിക്കുന്ന സ്പീഷീസിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് ആയിക്കോട്ടെ ആനിമൽസിനായിക്കോട്ടെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അതിൻ്റെ സ്പീഷീസും അതേപോലെ തന്നെ അതിൻ്റെ നെയിംസും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയും അതേപോലെ ആ ഏരിയയിൽ ഓൾറെഡി കണ്ടെത്തിയ സ്പീഷീസ് നെയിമും അതേപോലെ തന്നെ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകുന്ന ഒന്നാണ് മാനുവൽസ് എന്ന് പറയുന്ന ടാക്സോണമിക് എയ്ഡ്. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് മോണോഗ്രാഫ്സ്. എന്താണ് മോണോഗ്രാഫ്സ്? മോണോഗ്രാഫ്സ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓഫ് എനി വൺ ടാക്സോൺ. ഒരു ടാക്സോണിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉൾക്കൊള്ളുന്ന ഒരു ടാക്സോണമിക് എയ്ഡാണ് മോണോഗ്രാഫ്സ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങൾ, അതായത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. ഫാദർ ഓഫ് ബയോളജി എല്ലാവർക്കും അറിയാം, അരിസ്റ്റോട്ടിൽ. ഫാദർ ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും അരിസ്റ്റോട്ടിൽ ആണ്. ഫാദർ ഓഫ് മോഡേൺ ക്ലാസിഫിക്കേഷൻ ഓർമ്മിച്ച് വെക്കുക, കാൾ ലിനേയസ്. ഫാദർ ഓഫ് ബൈനോമിയൻ നോമൻക്ലേച്ചർ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, കാൾ ലിനേയസ് ആണ്. ഒറിജിനേറ്റർ ഓഫ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇത് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിരിക്കും. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒറിജിനേറ്റർ എന്ന് പറയുന്നതും കാൾ ലിനേയസ് ആണ്. ഇനി ഒറിജിനേറ്റർ ഓഫ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ ആരാണ്? R.H. വിറ്റാക്കർ ആണ്. അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. പിന്നെ ദ ടേം സ്പീഷീസ് വാസ് കോയിൻഡ് ബൈ, സ്പീഷീസ് എന്ന് പറയുന്ന ആ ഒരു ടേമും ഫസ്റ്റ് ഉപയോഗിച്ചത് ആരാണെന്ന് വെച്ചാൽ ജോൺ റേ, അല്ലെങ്കിൽ അത് കണ്ടെത്തിയത് ജോൺ റേ ആണ്. ഇനി അടുത്തത് ദ ടേം ടാക്സോണമി വാസ് കോയിൻഡ് ബൈ, ടാക്സോണമി എന്ന വേർഡ് ഉപയോഗിച്ചത് ഡി കാൻഡുലേ. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ ക്വിസ് പോലത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരാൻ പറ്റുന്നതാണ്. ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു 5 ചോദ്യങ്ങളോട് ഞാൻ പറയാം. ദ ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ എ ഫൈലം, ഓപ്ഷൻ ബി കിങ്ഡം, ഓപ്ഷൻ സി ജീനസ്, ഓപ്ഷൻ ഡി സ്പീഷീസ്. ഇതിൽ ഏതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? ആൻസർ എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ഓപ്ഷൻ ഡി സ്പീഷീസ് ആണ് റൈറ്റ് ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം, തിയററ്റിക്കൽ സ്റ്റഡി ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓപ്ഷൻ എ നോമൻക്ലേച്ചർ, ഓപ്ഷൻ ബി ഐഡന്റിഫിക്കേഷൻ, ഓപ്ഷൻ സി ടാക്സോണമി, ഓപ്ഷൻ ഡി ബയോളജി. എന്തായിരിക്കും തിയററ്റിക്കൽ സ്റ്റഡി ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ? നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്, ടാക്സോണമിയാണത്. ഓപ്ഷൻ സി ടാക്സോണമി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് ഈസ് നോൺ ആസ്. റിലേറ്റഡ് സ്പീഷീസിൻ്റെ ഗ്രൂപ്പ് എന്താണ് അറിയപ്പെടുന്നത്? റിലേറ്റഡ് സ്പീഷീസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ജീനസ്, ഓപ്ഷൻ ബി ഓർഡർ, ഓപ്ഷൻ സി ഫാമിലി, ഓപ്ഷൻ ഡി ക്ലാസ്. ഇതൊക്കെ സിമ്പിളാണ്. ഓപ്ഷൻ എ ജീനസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിലോ, ടാക്സോണമിക് എയ്ഡ് വിച്ച് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓഫ് വൺ ടാക്സോൺ. ഒരു ടാക്സോണിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് അടങ്ങുന്ന ടാക്സോണമിക് എയ്ഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ഹെർബേറിയം, ഓപ്ഷൻ ബി മോണോഗ്രാഫ്, ഓപ്ഷൻ സി മാനുവൽ, ഓപ്ഷൻ ഡി കീ. നമ്മൾ ഓൾറെഡി ഏറ്റവും അവസാനം പറഞ്ഞ പോയിന്റ്സ് അതാണ്. മോണോഗ്രാഫാണ് ഏതെങ്കിലും ഒരു ടാക്സോണിൻ്റെ കംപ്ലീറ്റ്ലി ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ, അത്തരത്തിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ടാക്സോണമിക് എയ്ഡാണ് മോണോഗ്രാഫ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ മോണോഗ്രാഫിന് ആൻസർ ചെയ്യാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി റിട്ടൺ നെയിം. അത് നിങ്ങൾക്ക് ഞാനിവിടെ എഴുതി കാണിക്കാം, ചിലപ്പം കറക്റ്റ് ആവാൻ ചാൻസ് ഇല്ല, എന്തായാലും നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ഐഡൻറ്റിഫൈ ദ കാണുന്നില്ലല്ലേ? ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി റിട്ടൺ നെയിം. ഓപ്ഷൻ എ. ഇത് ഇറ്റാലിക്സിലാണ് എഴുതിയത്. ഓപ്ഷൻ എ ഇറ്റാലിക്സിലാണ് എഴുതിയത്. ഓപ്ഷൻ ബി. ഇത് ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയത്. ഓപ്ഷൻ ബി. ഇനി ഓപ്ഷൻ സി. ഇത് മുഴുവനായിട്ട് സ്മോൾ ലെറ്ററിലാണ് എഴുതിയത്. ഓപ്ഷൻ സി. ഇനി ഓപ്ഷൻ ഡി. ഇതിൽ ഫസ്റ്റിലത്തെയും അടുത്തതും മുഴുവനായിട്ട് എഴുതിയിട്ടുള്ളത്, മുഴുവനായിട്ടല്ല, രണ്ടിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററാണ്. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഇത് എഴുതല്ല, പ്രിൻ്റ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിൽ ഏതായിരിക്കും കറക്റ്റ് എന്ന് ഞാൻ ചോദിക്കാണെന്ന് നിങ്ങൾക്കറിയാം. ഓപ്ഷൻ എ ആയിരിക്കും ഇതിലെ കറക്റ്റ് ആൻസർ. കാരണം പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് പഠിച്ചത്? ഇറ്റാലിക്സിൽ പ്രിൻ്റ് ചെയ്യണം. അതേപോലെ തന്നെ സയൻറ്റിഫിക് നെയിം എഴുതുമ്പം ജീനസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രമാണ് ക്യാപിറ്റൽ ലെറ്റർ, ബാക്കിയുള്ളതൊക്കെ സ്മോൾ ലെറ്റർ ആണ്. ഇതൊക്കെ പഠിച്ചാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഭാവിയിൽ നീറ്റിലോ ഇതിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കാം പബ്ലിക്കിന് 1 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ വരുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ചെയ്ത് പഠിക്കുക. പിന്നെ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കാവുന്നതാണ്. എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചിലപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടില്ലെങ്കിൽ ആൻസർ ചെയ്യാൻ ചിലപ്പം ടഫായിരിക്കും. എന്തായാലും എല്ലാവരും ശ്രമിച്ച് നോക്കുക, ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ പൊതുവേ ബയോളജീൻ്റെ കാര്യമായാലും ഏതൊരു വിഷയമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം, മാക്സിമം വളച്ച് തിരിച്ചാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇനി ഈ പ്രാവശ്യത്തെ ഒരു കോഴ്സ് സാഹചര്യം വാങ്ങിച്ചിട്ട് ചിലപ്പം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ ടഫുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ച് പോകുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. അതുകൊണ്ട് എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. ഈ പാഠഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റട്ടെ, എല്ലാവർക്കും മുഴുവൻ മാർക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇറ്റ്സ് മീ നീരജ് സുരേഷൻ സൈനിങ് ഓഫ്.